العالمين وصلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين وما بعد. اللهم اغفر لنا ولمشايخنا وللوالدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. رب زدنا علما. اللهم افتح بالخير واجعل عاقبة أمورنا خير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിൻ്റെ നല്ല നാളുകൾ ഉപയോഗപ്പെടുത്തി നാം ചെയ്യുന്ന ഓരോ അമലുകളും നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. റമദാനിൻ്റെ എല്ലാ പ്രയോജനങ്ങളും കരസ്ഥമാക്കി ലൈലത്തുൽ ഖദറിൻ്റെ മഹാഭാഗ്യം നേടിയെടുത്ത് സന്തോഷത്തോടുകൂടി റമദാനിനെ യാത്രയാക്കുന്ന അവൻ്റെ നല്ല അടിയാറുകളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരു മഹാനായ മനുഷ്യൻ്റെ വളരെ വിചിത്രമായ ഒരു പ്രാർത്ഥനയെപ്പറ്റി, ഒരു ദുആഇനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വളരെ വിചിത്രമായ പ്രാർത്ഥന. ആ മഹാനായ മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? അദ്ദേഹത്തിന് ഏകദേശം 100 വയസ്സായി, വൃദ്ധനായി, തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞ്, എല്ലുകളൊക്കെ ബലഹീനമായി, തലയിൽ നര ബാധിച്ച് വയസ്സായ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഏകദേശം 90 വയസ്സ് പ്രായമായി. എന്ന് മാത്രമല്ല, പ്രകൃതിപരമായി തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിക്കാത്ത ആഖിർ എന്ന് പറയുന്ന, നമ്മുടെ നാട്ടിൽ മച്ചി എന്നൊക്കെ പറയുന്ന തരത്തിൽ അങ്ങനെയുള്ള പ്രകൃതിയുള്ള സ്ത്രീയാണ്. അപ്പോൾ ഇത്രയും പ്രായമായ വൃദ്ധനായ, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഈ മഹാനായ മനുഷ്യൻ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരാഗ്രഹവുമായിട്ട് വരികയാണ്. അള്ളാഹുവിനോടൊരു കാര്യത്തെ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? അള്ളാഹുവേ, നീ എനിക്കൊരു കുഞ്ഞിനെ തരണേ റബ്ബേ. ഒരു കുഞ്ഞുകാല് കാണാനുള്ള സൗഭാഗ്യം നീ എനിക്ക് നൽകണമേ അല്ലാഹ്. ഇത്ര വിചിത്രമായ പ്രാർത്ഥനയാണല്ലേ. പക്ഷേ ആ മഹാനായ മനുഷ്യൻ്റെ ആ പ്രാർത്ഥനയും, ആ പ്രാർത്ഥനയിൽ അദ്ദേഹം ഉപയോഗിച്ച രീതിയും ശൈലിയും, അതിൽ അദ്ദേഹം കാണിച്ച കോൺഫിഡൻറ്റുമൊക്കെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെയും നിലനിൽക്കുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ ഒന്നിലധികം പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവം പറയുകയും അവൻ്റെ അടിയാറുകളുടെ നാവുകളിലൂടെ, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിൻ്റെ വരികളിലൂടെ അതിനെ ശാശ്വതമാക്കുകയും ചെയ്തു. സൂറത്ത് മറിയമിൻ്റെ തുടക്കം തന്നെ ആ സംഭവം പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു തുടങ്ങുന്നത്. കാഫ് ഹാ യാ ഐൻ സാദ് ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സകരിയ്യ إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. ഒരു സൂറത്തിൻ്റെ തുടക്കമാണ്. ആരംഭത്തിൽ അള്ളാഹു പറയാണ് കാഫ് ഹാ യാ ഐൻ സാദ്. എന്താ അതിനർത്ഥം? സാധാരണഗതിയിൽ സൂറത്തുകളുടെ ആരംഭത്തിലുള്ള ഇങ്ങനെയുള്ള ഹുറൂഫുകൾക്ക് അൽ ഹുറൂഫുൽ മുഖത്തഅ എന്നാണ് നമ്മൾ പറയൽ. തഫ്സീറിൻ്റെ പണ്ഡിതന്മാർ പറയൽ സാധാരണഗതിയിൽ അതിന് പ്രത്യേകിച്ച് അർത്ഥമില്ലാണ്. അള്ളാഹു ആലം ബി മുറാദിഹ, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്നാണ് പറയാറ്.
പക്ഷെ നമ്മുടെ ഉസ്താദ് സാധാരണ പറയാറുണ്ട്, ഒരു പക്ഷേ ഈ കാഫ് ഹ യ ഐൻ സാദ് എന്ന അർത്ഥം, അതിൻ്റെ അർത്ഥം നമുക്കറിയില്ലെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരിക്കലും തൻ്റെ നടക്കാത്ത തൻ്റെ ആഗ്രഹത്തെ ആരോരുമില്ലാത്ത ഒരു സമയത്ത് നിന്ന് ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ്റെ മനസ്സ് പൊട്ടി നെഞ്ച് തകർന്ന് പുറത്തേക്ക് വരുന്ന കരച്ചിലിൻ്റെ ശബ്ദമായിരിക്കണം ചിലപ്പോൾ അത്. കാഫ് ഹ യ ഐൻ സാദ്. പഠിച്ചോനെ പഠിച്ചോനെ പഠിച്ചോനെ, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കരച്ചിലിൻ്റെ ശബ്ദമായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ വരച്ച് കാണിക്കുന്നത്. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. ആരാണ് ഈ മഹാനായ മനുഷ്യൻ? ഈ വിചിത്രമായ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് ആരാണ്? മറ്റാരുമല്ല, അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഒരാളായ, അവൻ്റെ പ്രവാചകന്മാരിൽ ഒരാളായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ശേഷം അള്ളാഹു പറയാ, ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിനെ വിളിച്ച സന്ദർഭം ഖുർആനിൽ ഓരോ ആയത്തുകളും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എങ്ങനെയാണ് വിളിച്ചത്? നിദാഅൻ ഖഫിയ, പതിഞ്ഞ വിളി, ആരും കേൾക്കാത്ത മറഞ്ഞിരിക്കുന്ന പതിഞ്ഞ സ്വരത്തിലുള്ള വളരെ സൈലൻ്റായിട്ടുള്ള വിളിയാണ് വിളിച്ചത്. എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖഫിയായിട്ട് വിളിച്ചതെന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. പതുക്കെ എന്തിനാണ് വിളിച്ചത്? കാരണം ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞു പോയി വേറെ ആരെങ്കിലും കേട്ടാൽ അവർ കളിയാക്കാൻ സാധ്യതയുണ്ട്, നാണക്കേടാണ്. ഒന്നാലോചിച്ച് നോക്കിയേ, നമ്മുടെ പള്ളിയിൽ 100 വയസ്സായ ഒരു മനുഷ്യൻ, തലയൊക്കെ നരബാധിച്ച, തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞ, എല്ലുകളൊക്കെ ശോഷിച്ച, വയസ്സായ ഭാര്യയുള്ള ഒരു പ്രായമായ മനുഷ്യൻ പള്ളിയുടെ മൂലക്ക് വന്നിരുന്നിട്ട് പടച്ചോനെ എനിക്ക് കുഞ്ഞിനെ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കേട്ടാൽ സ്വാഭാവികമായിട്ട് നമ്മൾ അയാളെ കളിയാക്കൂലേ, വട്ടാന്ന് പറയൂലേ, ഇയാൾക്ക് എന്ത് ഭ്രാന്താൻ ചോദിക്കൂലേ? സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്കും അത് അറിയാമായിരുന്നു. ആളുകൾ കേട്ടാൽ നാണക്കേടാണ്, അവർ പരിഹസിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിദാഅൻ ഖഫിയ, പതുക്കെ വിളിച്ചു. ഒരു പക്ഷേ ആളുകൾ പരിഹസിക്കുമെങ്കിലും ഞാൻ പറയുന്നത് എൻ്റെ റബ്ബിനോടല്ല, എൻ്റെ റബ്ബ് മാത്രം കേട്ടാൽ മതി, അള്ളാഹു എനിക്ക് നൽകും. അതിനുശേഷം അദ്ദേഹം തന്നെ പറയാ, ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല റഅസു ശൈബ. അതേപോലെ തന്നെ വകാനത് ഇംറഅതി ആഖിറ. അദ്ദേഹത്തിന് കുഞ്ഞുണ്ടാകാൻ സാധിക്കാത്ത 4 തടസ്സങ്ങളാണ് ഉണ്ടായിരുന്നത്. 3 അല്ലെങ്കിൽ 4 തടസ്സങ്ങൾ. ഇതിലേതെങ്കിലും ഒരു തടസ്സം ഒരു മനുഷ്യനുണ്ടായാൽ തന്നെ അയാൾക്ക് പിന്നെ കുട്ടികളുണ്ടാവില്ല. പക്ഷേ ഈ 3 തടസ്സവും ഈ 4 തടസ്സവും ഒന്നിച്ച് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് ഉണ്ടായിരുന്നു. ഏതൊക്കെയത്? വയസ്സായി, നരബാധിച്ചു, എല്ലുകൾ ശോഷിച്ചു. എല്ലുകൾ ശോഷിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ബലഹീനതയാണ് പുറത്ത് കാണിക്കുന്നത്. അതായത് വയസ്സായാൽ തന്നെ പിന്നെ കുട്ടികൾ ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ വയസ്സായി, പക്ഷേ ഉള്ളിലുള്ള ആഫിയത്തും കുറഞ്ഞു. ഇനി അടുത്ത 4മത്തേത് വളരെ പ്രധാനപ്പെട്ട തടസ്സം, ഭാര്യ. ഇനി എല്ലാം ഉണ്ടെന്ന് വിചാരിക്കുക, പക്ഷെ ഭാര്യ പ്രസവിക്കാത്ത സ്ത്രീയാണ്, ആഖിറാണ്. ഇങ്ങനെ ഈ 4 തടസ്സങ്ങളും അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടല്ല അദ്ദേഹം ചോദിക്കുന്നത്. അള്ളാഹു അടുത്ത ആയത്തിൽ പറയാ, അദ്ദേഹം തന്നെ പറയും, പടച്ചോനെ എൻ്റെ എല്ല് ശോഷിച്ചു, എൻ്റെ തലയിൽ നരബാധിച്ചു, എൻ്റെ ഭാര്യ മച്ചിയാണ്, ഇതൊക്കെ എനിക്കറിയാം. എന്നിട്ടും അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുക. അപ്പോൾ മഹാന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്, എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ഈ ബലഹീനതകളൊക്കെ അള്ളാഹുവിനോട് അങ്ങോട്ട് പറഞ്ഞത്? അള്ളാഹിനെ അറിയാത്തതുകൊണ്ടാ? അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞിട്ട് വേണോ അള്ളാഹു അറിയാൻ വേണ്ടിയിട്ട്? ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ഇദ്ദേഹം പറഞ്ഞത്? പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇത് ഫന്നു ശികായത്തി ഇലല്ലാഹി സുബ്ഹാനഹു വ തആല, പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിനോട് അവൻ്റെ മുന്നിൽ നമ്മുടെ പരാതി പറയുന്നത് ഒരു പ്രത്യേക ഫന്നാണ്, അത് നമുക്ക് പഠിക്കാനുണ്ട്. അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മുടെ വിഷമങ്ങളും വേദനകളും അവതരിപ്പിക്കുക, അതൊരു പ്രത്യേക ശാസ്ത്രമാണ്. അത് ശരിക്കും നമുക്ക് പറയാനും പഠിപ്പിക്കാനും വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മഹാനായ മനുഷ്യൻ്റെ പ്രാർത്ഥനയെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ വന്ന് ഒറ്റയ്ക്ക് അവൻ്റെ അടുക്കൽ ഇരിക്കുമ്പം നമ്മുടെ എല്ലാ ഒഫീഷ്യാലിറ്റികളും മാറ്റിവെക്കണം, എല്ലാ ഔപചാരികതകളും മാറ്റിവെക്കണം. എന്നിട്ട് തനി നാടനായിട്ട് പച്ചയായ ഭാഷയിൽ അള്ളാഹുവിനോട് സംസാരിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. നമ്മുടെ അവസ്ഥകൾ അള്ളാഹുവിന് അറിയാമെങ്കിലും പച്ചയായ ഭാഷയിൽ, അറബിയൊന്നും വേണമെന്നില്ല, നാടൻ ഭാഷയിൽ അള്ളാഹുവിനോട് നമ്മൾ സംസാരിക്കണം. പടച്ചോനെ കഴിയുന്നില്ല, ഇത്ര നാളായി വേദന സഹിക്കുന്നു, എൻ്റെ അവസ്ഥ നിനക്കറിയില്ലേ, നീയല്ലാതെ വേറെ ആരെനിക്ക് ഉത്തരം നൽകാനാണ്? എനിക്ക് കഴിഞ്ഞ ആഴ്ചയും വീണ്ടും ആ പ്രശ്നം വന്നു, കഴിഞ്ഞ മാസവും വീണ്ടും ഞാൻ അതിൽ ബുദ്ധിമുട്ടി, ഇപ്പോഴും ഞാൻ അതുകൊണ്ട് കഷ്ടപ്പെടുകയാണ്, നിന്നോടല്ലാതെ ഞാൻ ആരോട് പറയാനാണ്? പഠിച്ചോനെ അള്ളാഹുവേ എന്നെ ഒന്ന് കേൾക്കണേ എന്ന് തനി നാടൻ ഭാഷയിൽ
പച്ചയായ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു തആലയോട് സംസാരിക്കണം. അങ്ങനെ സംസാരിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഒന്നിലധികം പ്രാവശ്യം ഈ മഹാൻ്റെ പ്രാർത്ഥന ഖുർആനിൽ എടുത്തു പറഞ്ഞത്. ശരിക്കും ഓരോന്നും ശ്രദ്ധിക്കണം കേട്ടോ. സാധാരണ നമ്മൾ സഹാബാക്കളുടെ ചരിത്രമാണ് ഇത്തികാഫിൻ്റെ സമയത്ത് എടുക്കാറ്. ഇന്നത് മാറ്റിപ്പിടിച്ചത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ വിലമതിക്കാനാകാത്ത അസുലഭമായ ഒരു രാത്രിയും ഒരു പകലുമാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത്. പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച ആകാൻ സാധ്യതയുള്ള ദിവസമാണ് ഇന്ന് മഗ്‌രിബ് മുതൽ തുടങ്ങുന്നത്. ഇനി അടുത്ത വെള്ളിയാഴ്ച മാസം കണ്ട് പെരുന്നാളാണെങ്കിൽ ഈ വെള്ളിയാഴ്ച നാളെ വരാൻ പോകുന്നത് അവസാനത്തെ വെള്ളിയാഴ്ചയാണ് റമദാനിൽ. നമ്മുടെ ഈ അവസാനത്തെ റമദാനാണ് ഈ റമദാനെങ്കിൽ നമ്മുടെ ലൈഫിലെ തന്നെ ഏറ്റവും അവസാനത്തെ വെള്ളിയാഴ്ച റമദാനിലെ വെള്ളിയാഴ്ച ആയിരിക്കും ഇത്. അതുപോലെ തന്നെ 23-ാമത്തെ രാവാണ് ഇന്നത്തെ രാവ്. ലൈലത്തുൽ ഖദർ ആകാൻ സാധ്യതയുള്ള കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു രാത്രിയാണ് 23-ാമത്തെ രാത്രി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജുമുഅ ദിവസം ഒരിക്കലും തട്ടപ്പെടാത്ത മുഅ്മിന് എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകുന്ന ദുആ സ്വീകരിക്കപ്പെടുന്ന ഒരു സമയമുണ്ട് എന്ന് ജുമുഅ ദിവസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നാളെ നോമ്പുകാരായിരിക്കും. നോമ്പുകാരനെക്കുറിച്ച് എല്ലാ നോമ്പുകാരനും ഒരിക്കലും തട്ടപ്പെടാത്ത ഒരു പ്രാർത്ഥനയുണ്ട് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലൈലത്തുൽ ഖദറാണ് ഇന്ന് രാത്രിയെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് ചോദിച്ചതൊക്കെ വാരിക്കോരി നൽകുന്ന ഒരു പ്രധാനപ്പെട്ട രാത്രിയാണ് ഇന്നത്തെ രാത്രി. അപ്പം നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയാൻ, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കാൻ, നമ്മുടെ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ പരിഹാരം കാണാൻ വളരെ സൂട്ടബിളായ, നമ്മളെ വളരെയധികം സഹായിക്കുന്ന, നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് വളരെ വിരളമായി കിട്ടുന്ന ഒരവസരമാണ് ഇന്നത്തെ രാത്രിയും നാളത്തെ പകലും. അതുകൊണ്ടാണ് ഇന്ന് ദുആയെക്കുറിച്ച് പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇന്ന് ദുആയെക്കുറിച്ച് ശരിക്കും കേട്ട് അതിൻ്റെ ആദാബുകളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് മുന്നിൽ വെച്ചിട്ട് ഓരോന്നും പ്രാക്ടിക്കലായിട്ട് അമൽ ചെയ്തിട്ട് ഇന്ന് ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇവിടെ ഫന്നു ശിക്കായ നമ്മളെ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് അള്ളാഹുവിനോട് പരാതി പറയേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. നമ്മളിങ്ങനെ തുറന്ന് പറയണം. അതിനുശേഷം അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ. ഇത്രയും വലിയ ആവശ്യം പറഞ്ഞിട്ട് ഇതാണ് എൻ്റെ ആവശ്യം പഠിച്ചോനെ, പക്ഷേ വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ, എൻ്റെ ഈ 100 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പം ഈ 100 വർഷത്തിനിടയിൽ ഇതിനു മുമ്പ് ഞാൻ എന്തൊക്കെ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ നീ എനിക്ക് തന്നിട്ടുണ്ടേ. ഒന്നും നീ എനിക്ക് തരാതിരുന്നിട്ടില്ല. ഞാൻ ചോദിച്ചിട്ട് നീ തരാതിരിക്കുക എന്നൊരു എക്സ്പീരിയൻസ് അത് എനിക്ക് ഇതുവരെയും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതൊരു സ്പെഷ്യൽ റിക്വസ്റ്റാണ്, ഒരു സ്പെഷ്യൽ ആവശ്യമാണ്, ഒരു പ്രത്യേക തലമാണ്. പഠിച്ചോനെ പ്ലീസ് ഇതും കൂടി തന്നേക്കണേ. അതിൻ്റെ സൗന്ദര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ചെറിയ കുട്ടികൾ നമ്മുടെ രക്ഷിതാക്കളോട് ചോദിക്കുന്നതല്ലേ, പഠിച്ചോനെ ഇതിനു മുമ്പ് ഞാൻ ചോദിച്ചതെല്ലാം നീ തന്നിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ട് ഒന്നും നീ എനിക്ക് തരാതിരുന്നിട്ടില്ല, പക്ഷെ ഇത് കുറച്ചും കൂടി വലുതാണ്, പക്ഷെ നീ കഴിവുള്ളവനാണല്ലോ, ആരെങ്കിലും ഒരാൾ കേട്ടാൽ അയാൾ എന്നെ പരിഹസിക്കാൻ സാധ്യതയുണ്ടെങ്കിലും നീ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉള്ളവനല്ലല്ലോ, അതുകൊണ്ട് പഠിച്ചോനെ പ്ലീസ് ഇതും കൂടി ഒന്ന് പൂർത്തിയാക്കി തരണേ എന്ന് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ചെറിയ കുട്ടി വാപ്പയോടൊരു സാധനം ചോദിക്കുന്നത് പോലെ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയ്ക്ക് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അദ്ദേഹത്തിന് 100% ഉറപ്പായിരുന്നു കിട്ടുമെന്ന്. അതാണ് നമ്മുടെ ദുആയിൽ ഒന്നാമതായി വേണ്ടുന്ന സിഫത്ത്. നമുക്ക് 100% ഉറപ്പായിരിക്കണം അള്ളാഹു തരുമെന്ന്. അങ്ങനെ 100% ഉറപ്പോടുകൂടി അള്ളാഹുവിനോട് അദ്ദേഹം ചോദിച്ചപ്പോഴാണ് അള്ളാഹു കൊടുത്തത്. ചോദിച്ചു വാങ്ങിക്കുന്നവരെ അദ്ദേഹം ചോദിച്ചു. കാരണം എന്താ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ മകൻ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി മലക്കുകൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് അയക്കുന്നുണ്ട്. മലക്കുകൾ വന്നിട്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ അദ്ദേഹത്തെ അന്വേഷിച്ചപ്പോൾ എവിടെ വെച്ചിട്ട് അദ്ദേഹത്തെ കണ്ടെത്തിയത്? ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, ഫനാദതുഹുൽ മലായികതു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ് വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നപ്പോൾ അദ്ദേഹം എവിടെയാണ് ഉണ്ടത്? വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. തൻ്റെ മിഹ്റാബിൽ നിന്നുകൊണ്ട് നമസ്കാരത്തിലായി അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് മലക്കുകൾ കണ്ടെത്തിയത്. അതായത് ചോദിച്ച് വാങ്ങാന്ന് പറയുന്നില്ലേ, കിട്ടുന്നവരെയും അദ്ദേഹം ആ മിഹ്റാബിൽ തന്നെ കിടന്നു, നിരാഹാരം കിടക്കുന്നത് പോലെ അവിടെ തന്നെ ഇരുന്നു ചോദിച്ച് അവസാനം അദ്ദേഹത്തിൻ്റെ ആവശ്യം അദ്ദേഹം വാങ്ങിയെടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഉദ്ഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുമെന്ന പൂർണ്ണ ഉറപ്പോടുകൂടി ചോദിക്കണമെന്ന്, പൂർണ്ണ ഉറപ്പുണ്ടാവണം. നമ്മുടെ ഒരു ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ഒരു അനുഭവം ഇന്നലെ ഞാൻ പറയുന്നത് കേൾക്കാനിടയായി. നേരിട്ടുള്ള അനുഭവം മിനായിൽ വെച്ച്. അദ്ദേഹം പറയാ,
മിനായിൽ വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ അടുക്കൽ ഒരു സാധാരണ മനുഷ്യൻ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. ആ മനുഷ്യന് കാലിൽ എന്തോ തകരാറുള്ളത് കൊണ്ട്, ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്ട്രക്ചർ പോലത്തെ 2 വടി ഇങ്ങനെ കുത്തിയിട്ടാണ് അയാൾ ദുആ ചെയ്യുന്നത്. അയാളിങ്ങനെ ദുആ ചെയ്യുമ്പോൾ, പടച്ചവനെ എത്ര കാലമായി ഞാൻ നിന്നോട് ചോദിക്കുന്നു, എൻ്റെ ഈ പ്രയാസം ഇനിയും മാറ്റിത്തരാൻ സമയമായില്ലേ, ഇതൊന്ന് മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നുണ്ട്. ദുആ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അദ്ദേഹം ഈ 2 വടിയും ഇങ്ങനെ എടുത്ത് എറിയാൻ പോകുന്നുണ്ട്. എന്താ അതിനർത്ഥം? ഞാൻ എൻ്റെ പ്രശ്നം മാറ്റിത്തരണേന്ന് എൻ്റെ റബ്ബിനോട് ചോദിക്കുകയാണ്. ഇപ്പം തന്നെ എൻ്റെ റബ്ബ് അത് മാറ്റിത്തരും, ഇനി 2 മിനിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഈ വടിയുടെ ആവശ്യം വരികയില്ല എന്ന അത്രയും ഉറപ്പോടുകൂടിയാണ് ആ മനുഷ്യൻ ദുആ ചെയ്യുന്നത്. അതിങ്ങനെ എടുത്ത് എറിയാൻ പോവുകയാണ്. എനിക്കിനി ഇത് വേണ്ട, ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരുറപ്പോട് കൂടിയായിരിക്കണം നമ്മൾ ദുആ ചെയ്യേണ്ടത്. അപ്പം നമ്മളുടെയൊക്കെ ദുആ ഉറപ്പോട് കൂടിയാണോ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ മറുപടി പറയുക ഭയങ്കര ഉറപ്പോട് കൂടിയാണ് ഞാൻ ചോദിക്കുന്നത് എന്നായിരിക്കും. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പരിശോധിച്ചാൽ ചെറിയ സംശയം നമുക്കുണ്ട്. നമ്മുടെ ദുആ പലപ്പോഴും പണ്ടത്തെ ആ ഉമ്മാമ്മയുടെ ദുആ പറഞ്ഞ പോലെയാണ്. ഉമ്മാമ്മയുടെ ദുആയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? നമ്മൾ സാധാരണ പറയാറുണ്ട്. ഒരു ഉമ്മാമ്മൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വലിയ മലയുണ്ട്. ആ മല അവർക്ക് പലതിനും തടസ്സമാകുന്നു. പല കാര്യങ്ങളും നടക്കുന്നില്ല, അവർക്ക് വെളിച്ചം കിട്ടുന്നില്ല, ആളുകൾക്ക് കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു ഉസ്താദിനോട് പോയിട്ട് അവർ പരാതി പറഞ്ഞു, എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വലിയൊരു മലയുണ്ട്, അത് മാറ്റാൻ എന്താ മാർഗം? ഉസ്താദ് പറഞ്ഞു, അള്ളാഹു അല്ലേ എല്ലാത്തിനും കഴിവുള്ളവൻ. അള്ളാഹുവിനോട് ചോദിച്ചാൽ പോരെ? അള്ളാഹുവിനോട് ചോദിച്ചാൽ മാറ്റിത്തരുമോ? അള്ളാഹുവിനോട് ചോദിച്ചാൽ ആ മല അള്ളാഹു മാറ്റിത്തരും. പക്ഷെ ഒരു ഷർത്തുണ്ട്, മല മാറൂന്നുള്ള, ചോദിച്ചാൽ അള്ളാഹു മാറ്റിത്തരുമെന്നുള്ള 100% ഉറപ്പോടുകൂടി വേണം നീ ചോദിക്കാൻ. അങ്ങനെ ഉറപ്പുണ്ടോ? അത് ഉറപ്പിക്കാം, അള്ളാഹുവിനോട് 100% ഉറപ്പോടുകൂടി ഞാൻ ചോദിച്ചോളാം. ഉസ്താദ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഇന്ന് ചോദിച്ചോ, നാളെ അള്ളാഹു ആ മല മാറ്റിത്തരുമെന്ന് പറഞ്ഞു. ഉമ്മാമ രാത്രി പോയി മനസ്സിൻ്റെ ഉള്ളിൽ ഉറപ്പിച്ചു, ഞാൻ ഇന്ന് അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തായാലും നാളെ മാറ്റിത്തരുമെന്ന് ഉറപ്പിച്ചു. അങ്ങനെ രാത്രി മുഴുവൻ ദുആ ചെയ്തു. രാവിലെയായി, സൂര്യൻ ഉദിച്ചു. ഉമ്മ കണ്ണൊക്കെ ഇങ്ങനെ പൂട്ടി പതുക്കെ വാതിലിൻ്റെ അവിടെ വന്ന് വാതിലിങ്ങനെ മെല്ലെ തുറന്ന് കണ്ണിങ്ങനെ പതുക്കെ തുറന്നിങ്ങനെ നോക്കുമ്പോൾ മല മാറിയിട്ടില്ല, മല അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഉമ്മാമ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അല്ലെങ്കിലേ എനിക്കറിയാം ഈ മൗലിയാക്കന്മാരെല്ലാം പറ്റിക്കുന്നവരാണെന്ന്. അല്ലെങ്കിലേ എനിക്ക് പണ്ടേ അറിയാമായിരുന്നു ഈ മൗലിയാക്കന്മാരൊക്കെ പറ്റിക്കുന്നവരാണ്. അങ്ങനെ ഒന്നും ഇപ്പോൾ ദുആ ചെയ്താൽ മലയൊന്നും മാറില്ല എന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. ഈ മൗലിയാർ എന്നെ പറ്റിച്ചാന്ന് എനിക്ക് അറിയാമായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ നമ്മളുടെ ഓരോ ദുആയും നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മൾ പുറത്ത് ഭയങ്കര ഉറപ്പുള്ളവരാണെന്ന് നടിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ പരിശോധിച്ചാൽ ഇങ്ങനെ ചെറിയൊരു സംശയം ഉണ്ടാവും. അള്ളാഹുവേ എൻ്റെ വേദന മാറ്റിത്തരണേ എന്ന് ദുആ ചെയ്യുമ്പോൾ നീ ഉറപ്പോട് കൂടിയാണ് ദുആ ചെയ്യുന്നത്? ഉറപ്പോട് കൂടിയാണ്. ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നോക്കിയേ, അവസാനത്തെ ആളെയും കാണിച്ചു, വൈദ്യനെ കാണിച്ചു. വൈദ്യൻ പറഞ്ഞു, ഫ്ലൂയിഡ് മൊത്തവും ഒലിഞ്ഞുപോയി, തേയ്മാനം മൊത്തത്തിലുണ്ട്, ഇനി ഇതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഇല്ല, ഇനി ബാക്കിയുള്ള മറ്റേ കാലിനും കൂടി പ്രശ്നം വരാതിരിക്കാൻ അതിനെന്തെങ്കിലും ചികിത്സ ചെയ്യാന്നല്ലാതെ ഇതിനി പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല, ഇത് ഇനി മാറൂല എന്ന് വൈദ്യനും പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ ആളും പ്രതീക്ഷ കൈവിട്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒരു 23-ാം രാവിലെ ഞാൻ ദുആ ചെയ്തു എന്ന് വിചാരിച്ച് വേദനയൊക്കെ അങ്ങനെ പെട്ടെന്ന് അങ്ങ് മാറുമോ എന്നൊരു സംശയം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു എൻ്റെ ദുആ സ്വീകരിക്കാത്തത്. നമ്മൾ ഖുനൂത്തിനൊക്കെ കരഞ്ഞ് വിളിച്ച് ഫലസ്തീനികൾക്ക് വേണ്ടി ദുആ ചെയ്യും. അവരല്ലാഹു സഹായിക്കുന്നുള്ള ഉറപ്പോടുകൂടി ദുആ ചെയ്താലല്ലേ സ്വീകരിക്കും. ആ ഉറപ്പ് നമുക്കുണ്ടോ? ഉണ്ടോ ചോദിച്ചാൽ എല്ലാവരും പറയും ഉണ്ട്. പക്ഷേ എന്നാലും ഉള്ളിൻ്റെ ഉള്ളൊന്ന് പരിശോധിച്ച് നോക്കിയേ, അത്ര പെട്ടെന്ന് ഇത്രയും വലിയ ശക്തിയായ ഇസ്രായേലിനെ, അമേരിക്കനെ ഒരൊറ്റ സുപ്രഭാതത്തിൽ അള്ളാഹു അങ്ങ് തച്ച് തകർത്ത് തരിപ്പണാക്കാന്ന് പറഞ്ഞാൽ അത് നടക്കുമോ? അല്ലേ? ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഇന്ന് ദുആ ചെയ്താൽ നാളെ അള്ളാഹു സ്വീകരിക്കുന്നുള്ള ഉറപ്പോടുകൂടി വേണ്ടേ ദുആ ചെയ്യാൻ. ആ ഉറപ്പ് നമുക്കുണ്ടോ? അത്ര പെട്ടെന്ന് ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും വലിയ ശക്തിയായ ഇസ്രായേലും അമേരിക്കയൊക്കെ തകരുമോ? അങ്ങനെ തകരൂല. എന്നാലും ദുആ ചെയ്യുന്നുണ്ട്, ഉറപ്പുണ്ട്, സഹായിക്കും അല്ലാഹു. അതിൽ പിന്നെ എന്താ അർത്ഥമുള്ളത്? നമ്മുടെ ദുആയും നമ്മുടെ ഉറപ്പും രണ്ടും വേറെ വേറെ ആയില്ലേ? നമ്മൾ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള എൻ്റെ മനസ്സിൽ പലപ്പോഴും വരുന്ന കാര്യങ്ങൾ തന്നെ ആട്ടോ നിങ്ങളോട് പങ്കുവെക്കുന്നത്. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ഒരു റാൻഡം കണക്ക് പറയാം, എൻ്റെ സാമ്പത്തിക പ്രശ്നം മുഴുവനും മാറിയിട്ട് എൻ്റെ ഫിനാൻഷ്യൽ ലെവൽ സ്റ്റേബിൾ ആണെങ്കിൽ എനിക്കൊരു 10 ലക്ഷം വേണം. ആ 10 ലക്ഷം കിട്ടിയാൽ എൻ്റെ കടങ്ങളെല്ലാം തീർന്ന് അത്യാവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റേബിൾ ആവും. ആ 10 ലക്ഷം കിട്ടണം. അപ്പോൾ ആ 10 ലക്ഷം കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. ഉറപ്പോടെ ചോദിച്ചാലല്ലേ അള്ളാഹു തരൂ. ചോദിക്കുന്ന സമയത്ത് നിനക്ക് ഉറപ്പുണ്ടോ അള്ളാഹു തരുമെന്ന്? ആ ഉറപ്പുണ്ട്. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിലൊന്ന് പരിശോധിച്ച് നോക്കിയേ. അങ്ങനെ 23-ാം രാവിലെ ഒറ്റ ദുആ ചെയ്താൽ പിറ്റേന്ന് രാവിലെ 10 ലക്ഷമൊക്കെ കിട്ടുമോ? അല്ലേ? ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും പരിശോധിച്ച് നോക്കണം നമ്മൾ. ഒറ്റ ദിവസത്തെ അല്ലെങ്കിൽ ഒറ്റ രാത്രിയുടെ ഒറ്റ വെള്ളിയാഴ്ചയുടെ ദുആ കൊണ്ട് 10 ലക്ഷമൊക്കെ അള്ളാഹ് എനിക്ക് തരാനോ? എന്താ ഇത്? വെള്ളരിക്കപ്പെട്ടണോ?
എന്ന് ഒരു ചിന്ത നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഓരോ കാര്യത്തിലുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാൻ വൈകുന്നത്. അപ്പോൾ ദുആൻ്റെ ആദാബുകളിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത്തത് കിട്ടുമെന്ന ഉറപ്പോടുകൂടി 100% ഉറപ്പാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കണം. അതിന് പറ്റിയ മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ അതിങ്ങനെ എഴുതി വെക്കുക. പറ്റുമെങ്കിൽ നമ്മളിങ്ങനെ എഴുതി വെക്കുക, ഞാൻ ഇന്ന ആവശ്യം ചോദിക്കാൻ പോകുന്നു, ഞാൻ എൻ്റെ റബ്ബിനോടാണ് ചോദിക്കുന്നത്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുഹാലായ ഇമ്പോസിബിളായ കാര്യം അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങിയിട്ടുണ്ട്. ആ സക്കരിയ നബിയുടെ റബ്ബ് തന്നെയാണ് എൻ്റെയും റബ്ബ്. മാറ്റമുണ്ടോ? അവർക്ക് വേറെ റബ്ബ്, നമുക്ക് വേറെ റബ്ബ് അല്ല. ഈ റബ്ബിനോട് ചോദിച്ചാൽ റബ്ബ് എനിക്ക് ഈ ആവശ്യം അങ്ങനെ തന്നെ എഴുതണം, ഈ ആവശ്യം എന്തായാലും പൂർത്തീകരിച്ച് തരും എന്ന് നമ്മൾ എഴുതണം. എന്നിട്ട് സാധിക്കുന്ന അത്രയും തവണ അതിങ്ങനെ നോക്കി വായിച്ച് നമ്മളിങ്ങനെ ആവർത്തിക്കണം. ഇതൊക്കെ പറയുമ്പം ക്ലീശയായിട്ട് തോന്നുമെങ്കിലും ഇന്നത്തെ സൈക്കോളജി പറയുന്നത് അത്. അതായത് നമ്മളൊരു കാര്യം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാൽ, അതിങ്ങനെ എഴുതി ഇങ്ങനെ ഇടക്കിടക്ക് നമ്മൾ കാണുന്നിടത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് അതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ, ഉപബോധ മനസ്സിൽ അത് പതിയുന്ന. അത് ഉപബോധ മനസ്സിൽ പതിഞ്ഞാൽ പിന്നെ ആവശ്യമുള്ള സമയത്ത് അത് ബോധ മനസ്സിനോട് ഇങ്ങനെ പറയും. അതായത് പിന്നീട് നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉപബോധ മനസ്സ് ബോധ മനസ്സിനോട് പറയും, കിട്ടും കേട്ടോ നിനക്ക്, നീ പേടിക്കണ്ട എന്ന് പറയും. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻറ്റ് വരും. പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, കിട്ടുമെന്ന ഉറപ്പോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ദുആയുടെ വേറെയും കുറച്ച് ആദാബുകളുണ്ട്. നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നവരാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ പള്ളിയിലെ ഇഅ്തികാഫിലെ പ്രധാനപ്പെട്ട അമൽ എന്താണെന്ന് ചോദിച്ചാൽ ദുആയാണ്, കരച്ചിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ദുആയുമായി ബന്ധപ്പെട്ട, എല്ലാവർക്കും ഉറക്കു വരുന്നുണ്ടോ തോന്നുന്നല്ലേ, ദുആയുമായി ബന്ധപ്പെട്ട കുറച്ച് ആദാബുകൾ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ദുആ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരിക്കുമ്പോൾ, നമ്മൾ വരുമ്പോൾ ശുദ്ധിയോടുകൂടി വരാൻ വേണ്ടി ശ്രമിക്കണം, ഒതുവോടുകൂടി. അത് ദുആയുടെ ഷർത്തല്ല കേട്ടോ. അതായത് നമുക്ക് എവിടെന്നെങ്കിലും പെട്ടെന്നൊരു ദുആ ചെയ്യേണ്ട സന്ദർഭം വന്നു, ഒതു ഇല്ല പഠിച്ചോനെ, എന്നാൽ പിന്നെ ദുആ ചെയ്യേണ്ട എന്ന് വിചാരിക്കരുത്. ദുആ സ്വീകരിക്കാനുള്ള ഷർത്തല്ല, മറിച്ച് ഒതു ഇല്ലെങ്കിലും ദുആ സ്വീകരിക്കും. പക്ഷെ ദുആയുടെ ആദാബുകളിൽ പെട്ടതാണ് പറ്റുമെങ്കിൽ നമ്മൾ ഒതു ഉണ്ടാക്കിയിട്ട് വരണം. ഇനി സാധിക്കുമെങ്കിൽ ഖിബ്ലക്ക് മുന്നിട്ട് തന്നെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ദുആ ചെയ്യുന്ന സമയത്ത് ഖുശൂഅോടുകൂടി, ഖുദൂഅോടുകൂടി, മനസാന്നിധ്യത്തോടുകൂടി ദുആ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ബലു ദുആഅ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ. അശ്രദ്ധമായി ഗഫ്ലത്തിലായി നിൽക്കുന്നവൻ്റെ കൽബിൽ നിന്ന് വരുന്ന ദുആ അള്ളാഹു സ്വീകരിക്കൂലാണ്. ഒന്നാമത്തെ എന്താ, ശുദ്ധിയോടുകൂടി വരിക. രണ്ടാമത്തത് ഖിബ്ലക്ക് മുന്നിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ശ്രമിക്കുക. മൂന്നാമത്തത് ഹൃദയ സാന്നിധ്യത്തോട്, അതായത് നമ്മളിങ്ങനെ ദുആ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരുത്തമോ, ഇന്നലെ ഓൻ 6:15 വന്നത്, ഇന്ന് കുറച്ച് ലേറ്റായി, 6:25 ഇനിയിപ്പോൾ നിസ്കരിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഓന് നോമ്പറ കിട്ടൂലേ, നമ്മുടെ ചിന്ത ഇങ്ങനെ പോകും. നമ്മളിവിടെ ദുആ ചെയ്യുമായിരിക്കും, പക്ഷേ മുമ്പിൽ വരുന്ന ഒരാൾ നമ്മുടെ ചിന്ത ഫുള്ള് കളഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പാടില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ പൂർണ്ണമായ ഹൃദയ സാന്നിധ്യത്തോടുകൂടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിനുശേഷം കൈ ഉയർത്താൻ പറ്റുമെങ്കിൽ കൈ ഉയർത്തലും സുന്നത്താണ്. ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി അൻ യറുദ്ദഹുമാ സിഫ്റ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അങ്ങേയറ്റം ലജ്ജയുള്ളവനും മാന്യനുമാണ്. തൻ്റെ അടിമ എന്തെങ്കിലും ഒരു ആവശ്യം ചോദിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയാൽ ഒന്നും കൊടുക്കാതെ അതിനെ തട്ടി അകറ്റുന്നതിൽ നിന്ന് അള്ളാഹു ലജ്ജിക്കുന്നു എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൈ ഉയർത്തിയിട്ട് തന്നെ ചോദിക്കണം. അപ്പോൾ നമ്മൾ സിഗ്നലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ചില നാടോടി പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഇങ്ങനെ നമ്മുടെ ജനലിൽ മുട്ടിയിട്ട് പൈസ ചോദിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ വരുന്നത് ഇങ്ങനെ കാണും, നമ്മൾ മുകളിൽ ഇങ്ങനെ തിരിച്ചിരിക്കും. അവൻ ഓരോരുത്തരോട് ചോദിച്ചിട്ട് അവസാനം നമ്മുടെ ജനലിലും മുട്ടുമ്പോൾ നമ്മൾ മാന്യനാണെങ്കിൽ മുട്ടിയ സ്ഥിതിക്ക്, ചോദിച്ച സ്ഥിതിക്ക് പിന്നെ എന്തെങ്കിലും ഒന്ന് കൊടുക്കാതിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അല്ലേ. അപ്പോൾ നമ്മൾ ആ ചോദിച്ചില്ലെങ്കിൽ ഒന്നും കൊടുക്കൂലായിരുന്നു, ചോദിച്ച സ്ഥിതിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഗ്ലാസ് താത്തിട്ട് ചിലപ്പോൾ 5-ൻ്റെയോ 10-ൻ്റെയോ അല്ലെങ്കിൽ 1 രൂപയുടെയൊക്കെ കോയിൻ എടുത്ത് കൊടുക്കാറുണ്ട്. അള്ളാഹു മാന്യന്മാരിൽ ഏറ്റവും വലിയ മാന്യനാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മളിങ്ങനെ മുട്ടി വിളിച്ച് കൈ നീട്ടി പടച്ചോനെ തരണേ എന്ന് പറഞ്ഞാൽ അത് വെറുതെ തട്ടിക്കളയാൻ വേണ്ടി അള്ളാഹു ലജ്ജിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ നമ്മൾ ഹൃദയ സാന്നിധ്യത്തോടുകൂടി വന്നു, ഒളു എടുത്തു, ഖിബ്ലക്ക് മുന്നിട്ടു, കൈ നീട്ടി ദുആ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ തന്നെ നേരിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങരുത്, നമ്മുടെ ആവശ്യങ്ങളിലേക്ക് കടക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു പാവപ്പെട്ട സഹാബി ഇരുന്ന് ദുആ ചെയ്യുന്നത് കണ്ടു. അയാൾ പ്രത്യേകിച്ചൊന്നും പറയാതെ നേരിട്ട് അയാളുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നതാണ് റസൂലുള്ളാഹി കാണുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജില ഹാദ, ഇയാൾ കുറച്ച് ധൃതി കാണിച്ചു.
എന്നിട്ട് അയാളെ വിളിച്ചു. എന്നിട്ട് അയാളോടും ബാക്കിയുള്ള സഹാബാക്കളോടും പറഞ്ഞു, ഇദാ സല്ല അഹദുക്കും ഫല്യബ്ദ ബിതഹ്മീദില്ലാഹ് വസ്സനാഇ അലൈഹി സുമ്മ ലിയുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ലയദ്ഉ മാ ശാ. നിങ്ങൾ ദുആ ചെയ്യുമ്പം ആദ്യം എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ഹംദ് ചെയ്യണം, പിന്നെ അള്ളാഹുവിനെ പുകഴ്ത്തി പറയണം, അതിനുശേഷം എൻ്റെ മേൽ സലാത്ത് പറയണം, അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചോദിക്കണമെന്ന്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടാണ് ദുആ തുടങ്ങാറ്. അത് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം അള്ളാഹുവിനെ ഹംദ് ചെയ്യണം, രണ്ടാമത് സനാ ചെയ്യണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ നുഹ്സി സനാഅൻ അലൈക് അൻത കമാ അസ്നൈത അലാ നഫ്സിക് ഫലക്കൽ ഹംദു വലക ശുക്റു ഹത്താ തർളാ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ തുടങ്ങിയ നല്ല നല്ല വാചകങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തുന്ന സനാ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവണം. അതിനുശേഷം നമ്മുടെ ഹബീബ്, നമ്മുടെ കരളിൻ്റെ കഷ്ണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് പറയണം. കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ്. ആ ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ മേൽ സലാത്ത് പറഞ്ഞു തുടങ്ങുന്നത് അള്ളാഹുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് പറഞ്ഞിട്ട് പിന്നീട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കണം. ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ നിസ്സാരതയും ബലഹീനതയൊക്കെ വ്യക്തമാക്കണം. എന്നിട്ട് അതിനുശേഷം നമ്മുടെ ഓരോ ആവശ്യങ്ങളായിട്ട് നമ്മുടെ അവസ്ഥയെ വ്യക്തമാക്കിക്കൊണ്ട് പറയാൻ ശ്രമിക്കണം. ഈ പറയുന്ന സമയത്ത്, നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട നാമങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കണം. അതും ഖുർആനാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. വലില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന വലില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് നല്ല കുറച്ച് നാമങ്ങളുണ്ട്, നിങ്ങൾ അതിലൂടെ അള്ളാഹുവിനോട് ദുആ ചെയ്യാന്ന് പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഓരോരോ നാമങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ട് ചോദിക്കണം. അതിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളിലൊന്ന് റബ്ബി അല്ലെങ്കിൽ റബ്ബന എന്ന് നമ്മൾ വിളിക്കലാണ്. അപ്പോൾ റഹിമഹുല്ല പറയുന്നുണ്ട്, ആരെങ്കിലും അവൻ്റെ ദുആയിൽ 3 പ്രാവശ്യം റബ്ബി 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 അല്ലെങ്കിൽ റബ്ബന 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 എന്ന് പറഞ്ഞ് ദുആ ചെയ്താൽ അള്ളാഹു എന്തായാലും അത് സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ടിട്ട് ശിഷ്യന്മാർ നേരെ ഹസൻ ബസ്രി റഹിമുള്ളയുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, അതാ റഹിമുല്ല ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ? ഹദീസിലുണ്ടോ? നമ്മൾ ചോദിക്കുമല്ലോ, ഹദീസിലുണ്ടോ, ഖുർആനിലുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാണോ എന്ന് ചോദിച്ചു. ഹസൻ ബസ്രി റഹിമുല്ല തിരിച്ചു ചോദിച്ചു, അല്ല ചങ്ങായിമാരെ, നിങ്ങൾ ഖുർആൻ ഓതലില്ലേ? ഇത് അതാ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് പറഞ്ഞ കാര്യമൊന്നുമില്ല, ഇത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് സൂറത്ത് ആൽ ഇംറാനിലെ അവസാനത്തെ ആയത്തുകൾ അദ്ദേഹം ഓതി. ബുദ്ധിമാന്മാരായ ആളുകൾ അവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് അള്ളാഹു പരിചയപ്പെടുന്ന കുറച്ച് ആയത്തുകളുണ്ട്. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ബുദ്ധിമാന്മാരായ ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. ഏകദേശം 7 പ്രാവശ്യം അവരുടെ പ്രാർത്ഥനയിൽ അള്ളാഹു റബ്ബന 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 എന്ന് ആവർത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഫസ്തജാബ ലഹും റബ്ബുഹും, അവരുടെ റബ്ബ് അവർക്ക് ഉത്തരം നൽകി എന്ന് പറയുന്നത്. ഹസൻ ബസ്രി റഹിമുള്ള പറയാ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് റബ്ബന എന്ന് ആവർത്തിച്ച് ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകും എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ കുനൂത്തിലും നമ്മൾ ആ വാക്ക് ഇങ്ങനെ ആവർത്തിക്കുന്നത്, റബ്ബന റബ്ബന. നമ്മൾ ഒറ്റക്കാണെങ്കിൽ റബ്ബി റബ്ബി റബ്ബി. പരിശുദ്ധ ഖുർആനിൽ ഏതൊക്കെ ദുആ ഉണ്ടോ അതൊക്കെയും അധികവും ഈ വാക്കുകൊണ്ട് തുടങ്ങുന്നതാണ്, അല്ലേ? റബ്ബന റബ്ബന ആതിന ഫിദ് ദുനിയ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മഹാന്മാർ പറയുന്നുണ്ട്, ഇവിടെ എവിടെയും റബ്ബനാന്റെ മുമ്പിൽ അള്ളാഹു യാ എന്ന് ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കുന്നതിൽ നിരോധനമൊന്നും വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഇപ്പം നിങ്ങൾ ഉപയോഗിച്ച് ശീലിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അങ്ങനെ യാ റബ്ബന അല്ലെങ്കിൽ യാ റബ്ബി എന്ന് വിളിച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഖുർആനിൻ്റെ ശൈലി നിങ്ങൾ എടുത്തു നോക്കിയാൽ റബ്ബനാൻ്റെ കൂടെ ഒരു സ്ഥലത്തും, അധിക സ്ഥലത്തും, ഏതെങ്കിലും 1-2 സ്ഥലം ഒഴിവുണ്ടെങ്കിലേ ഉള്ളൂ, അധിക സ്ഥലത്തും യാ റബ്ബന എന്ന് ഉപയോഗിച്ചിട്ടില്ല. നോക്കിക്കോ, റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന, റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ, റബ്ബി അത്മിം ലനാ, റബ്ബന അത്മിം ലനാ നൂറന വഗ്ഫിർ ലനാ, റബ്ബി ജഅൽനി മുഖീമസ് സലാത്തി, റബ്ബി ഇന്നി. എല്ലാ സ്ഥലത്തും നോക്കിയാലും റബ്ബി റബ്ബന എന്നേ ഉള്ളൂ, യാ ഇല്ല. അതെന്തുകൊണ്ടാണ് യാ ഇല്ലാത്ത? അത് ഭയങ്കര ഒരു സംഭവമാണ്. വായിച്ചപ്പോൾ ഭയങ്കര അത്ഭുതമായിപ്പോയി. മഹാന്മാർ പറയുന്നുണ്ട്, യാ എന്ന് പറഞ്ഞാൽ അത് ഹർഫുൻ നിദാ ആണ്. ഹർഫുൻ നിദാ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരമാണ് യാ. ഒരാളെ നമ്മൾ എപ്പോഴാണ് വിളിക്കുക? അയാൾ ദൂരത്തുണ്ടാകുമ്പോഴാണ്. എനിക്കിപ്പോൾ ഔലക്കാനോട് ഒരു കാര്യം പറയണം. ഔലക്ക ദൂരത്താണെങ്കിൽ ഞാൻ യാ അബ്ദുല്ലാഹ് എന്ന് പറഞ്ഞ് വിളിക്കണം. ഔലക്ക അടുത്താണെങ്കിലോ എനിക്ക് പറയാം അബ്ദുല്ലക്ക ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. അബ്ദുല്ലക്ക ദൂരത്താകുമ്പോഴാണ് നമ്മൾ ഹർഫിൻ്റെ നിദായിൻ്റെ ഹർഫ് ഇട്ടിട്ട് യാ എന്ന് പറഞ്ഞിട്ട് വിളിക്കേണ്ടത്. അള്ളാഹു പറയാണ്, അടിമയെ നീ റബ്ബി റബ്ബന എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുമ്പോൾ ഹർഫിൻ്റെ നിദാ ഇട്ടിട്ട് ദൂരെയുള്ള ആളെ വിളിക്കുന്നത് പോലെ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്.
വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാൻ നിന്റെ തൊട്ടടുത്തുണ്ട്. നീ എന്നെ വിളിക്കുമ്പോൾ ഹർഫിന് ഇതാന്ന് വിട്ടിട്ട് യാ അല്ലാ യാ റബ്ബി അതൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല, റബ്ബി എന്ന് വിളിച്ചാൽ മതി, റബ്ബന എന്ന് വിളിച്ചാൽ മതി. അപ്പം തന്നെ ഞാൻ ലബ്ബൈക അബ്ദി എന്ന് പറഞ്ഞ് നിനക്ക് ഞാൻ ഉത്തരം നൽകാട്ടോ എന്ന് പടച്ചവൻ പറയുന്നത് പോലെയാണ് പരിശുദ്ധ ഖുർആനിലെ റബ്ബന എന്ന പ്രയോഗം. ഒറ്റ സ്ഥലത്തും യാ ഇല്ല, എല്ലാ സ്ഥലത്തും റബ്ബന 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 റബ്ബന. പരിശുദ്ധ ഖുർആനെ അങ്ങനെ വായിക്കാൻ ശ്രമിക്കണം, അങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഒരു പേരെന്താ റബ്ബൻ. പിന്നെ നമുക്ക് നമ്മുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ പേരുകൾ പറയണം. റിസ്ക ചോദിക്കണമെങ്കിൽ യാ റസാഖ്, യാ റസാഖ്. ഇനി നമുക്ക് തുറവിയ യാ ഫത്താഹ്. ഇനി നമുക്ക് പാപമോചനങ്ങൾ യാ ഗഫാർ, യാ വദൂദ്. അങ്ങനെ നമ്മുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട പേരുകൾ നമുക്കറിയാമെങ്കിൽ അത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ വേറൊരു ഹദീസിൽ കാണാം അലിദ്ദു ബിയാദൽ ജലാലി വൽ ഇക്റാം. നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് യാദൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞ് നിങ്ങൾ നിർബന്ധം പിടിക്കണമെന്നാണ്. തുടരെ ചോദിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. സാധാരണഗതിയിൽ കുട്ടികൾ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ച് നമ്മൾ സമ്മതിക്കാതിരിക്കുമ്പോൾ അവർ പ്ലീസ് 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 ഒരിക്കൽ എന്ന് പറയില്ലേ, അതുപോലെ അള്ളാഹുവിനോട് ചോദിക്കുന്ന സമയത്ത് പ്ലീസ് 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 എന്നതിന് പകരമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചടങ്ങേറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞു തന്നൊരു വാക്കാണ് യാദൽ ജലാലി വൽ ഇക്റാം. അത് നമ്മൾ ഖുനൂത്തിൽ ഇടക്കിടക്ക് ആവർത്തിക്കാറുണ്ട്. അപ്പോൾ യാദൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞ് പ്ലീസ് 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 എന്ന് പറയുന്ന പോലെ യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, തരണേ അല്ലാ തരണേ അല്ലാ തരണേ അല്ലാ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ അതും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ചില ദുആക്കളെ കുറിച്ച്, ചില ദിക്റുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, എല്ലാവരും എഴുതി വെക്കുന്നുണ്ടോ? മനസ്സിലെങ്കിലും എഴുതി വെക്കണം കേട്ടോ. ഇതൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാനുള്ളത്, ചരിത്രം കേൾക്കാനുള്ളതല്ല. ചില ദുആയെ പറ്റി, ചില ദിക്റുകളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് എന്ത് ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ദിക്റുകൾ നമ്മൾ പഠിച്ചു വെച്ച് നോട്ട് ചെയ്തിട്ട് നമ്മുടെ ദുആൻ്റെ ഇടയിൽ അത് പറഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്നു. പള്ളിയിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ടായിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ മുന്നിൽ വന്നിട്ട് സലാം പറഞ്ഞു. ഫമലഅത് ഐനാഹു മിൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹുവിനെ കണ്ണ് നിറച്ച് കണ്ടു. പക്ഷെ എന്നിട്ടും സഅദ് റളിയല്ലാഹുവിൻ്റെ സലാമിന് മടക്കിയില്ല, തിരിച്ചു വലൈക്കുമുസ്സലാം എന്ന് പറഞ്ഞില്ല. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്താണ്. സഅദ് റളിയല്ലാഹു ആകപ്പാടെ വിഷമായി. അദ്ദേഹം നേരെ ഖലീഫയുടെ അടുക്കലേക്ക് വന്നു, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് പരാതി പറഞ്ഞു. ഞാൻ ഉസ്മാനോട് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത് തന്നെ, മഹാനവറുകളെ ഇസ്ലാമിൽ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടായോ? സഅദ് റളിയല്ലാഹു ദേഷ്യം പിടിച്ചു ചോദിക്കുക, ഇസ്ലാമിൽ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടായോ? ഉമർ റളിയല്ലാഹു ചോദിച്ചു, എന്താ കാര്യം? ഞാൻ ഉസ്മാനോട് സലാം പറഞ്ഞു റളിയല്ലാഹു അൻഹു, പക്ഷെ അദ്ദേഹം എന്നെ കണ്ടു എന്നിട്ടും മടക്കിയിട്ടില്ല. എന്ത് പറ്റി? പുതിയ വിദഗ്ധ എന്തെങ്കിലും വന്നോ? ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിളിപ്പിച്ചു. ഇങ്ങനെ ഒരു പരാതിയായിട്ട് വന്നിട്ടുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നീ സലാം മടക്കാത്തത് എന്ന് ചോദിച്ചു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹാനവറുകളെ അള്ളാഹുവാണ് സത്യം, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല, അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നിട്ടുമില്ല, സലാം പറഞ്ഞിട്ടുമില്ല. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി, അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹം എന്നെയും കണ്ടു, സലാം ഞാൻ പറഞ്ഞു, പക്ഷെ അദ്ദേഹം മടക്കിയില്ല. ആകെ പ്രശ്നമായി. രണ്ടും വലിയ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട രണ്ട് മഹാന്മാരാണ്. രണ്ടുപേരും വെറുതെ സത്യം ഇടൂല. നമ്മൾ പറയും അള്ളാണ്, ഉമ്മാണ്, ഖുർആനാണ്, മുസ്തഫാണ്, അങ്ങനെയൊന്നുമല്ല. അവർ സത്യം ഇട്ടാൽ കാര്യത്തിന് മാത്രമേ സത്യം ഇടൂ. അപ്പോൾ രണ്ടുപേരും സത്യം ഇട്ട് ഉമർ റളിയല്ലാഹു എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഉസ്മാൻ റളിയല്ലാഹു നെട്ടി എഴുന്നേറ്റ് പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇപ്പം എനിക്ക് ചെറുങ്ങനെ ഓർമ്മ വരുന്നു, സഅദ് എൻ്റെ അടുക്കൽ വന്നു എന്ന് തോന്നുന്നു. പക്ഷേ അമീറുൽ മുഅ്മിനീൻ, അതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്. കാരണം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങളൊക്കെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ദുആ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ദിക്റുണ്ട്. ആ ദിക്റ് പറഞ്ഞിട്ട് മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു അവന് അത് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് ആ ദിക്റ് ഇങ്ങനെ പറയാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു ആറാബി നബി തങ്ങളുടെ അടുക്കിലേക്ക് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആറാബിയുടെ വിഷയവുമായിട്ട് ഇടപെട്ടിട്ട് നബി തങ്ങൾ അതിൽ ജോലിയായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് അങ്ങ് പോയി. ഈ ദിക്റ് എന്താണെന്ന് നമുക്ക് പറഞ്ഞു തന്നില്ല. ഈ ഹദീസിനെ കുറിച്ച് എപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുമോ അപ്പോഴൊക്കെ എന്തായിരിക്കും ആ ദിക്റ്? ഇത്രയും വലിയ ദിക്റ് റസൂലല്ലേ പറയുന്നത്, നബി തങ്ങൾ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇത്രയും വലിയ ദിക്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചില്ലല്ലോ, അതറിയാതായിപ്പോയല്ലോ, അത് വലിയ നഷ്ടമായി പോയല്ലോ എന്നുള്ള ചിന്ത വരുമ്പോൾ പിന്നെ ഞാൻ റേഞ്ച് ഔട്ടാവും. പിന്നെ മുമ്പിലുള്ളതൊന്നും എനിക്ക് കാണൂല.
ഞാൻ വരുന്ന ആളെയും കാണലില്ല, സലാം പറയാൻ ആളെയും കാണലില്ല, മുമ്പിൽ നടക്കുന്നതൊന്നും ഞാൻ അറിയുന്നില്ല. ഈ ചിന്ത എപ്പോഴൊക്കെ എന്നെ വന്ന് ബാധിക്കുമോ അപ്പോഴൊക്കെ ഞാനൊരു ബോധക്ഷയത്തിലായ പോലെ ആയിപ്പോകും. അതുകൊണ്ട് ഈ സഅദ് റളിയല്ലാഹു അൻഹു ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല മാനവറുകൾ. അപ്പോൾ ബാക്കി എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയായി. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ ഉസ്മാൻ, അതാണോ നിന്റെ പ്രശ്നം റളിയല്ലാഹു അൻഹു? അതാണെങ്കിൽ അതിന് പരിഹാരം എൻ്റെ അടുത്തുണ്ട്. നിന്റെ അടുത്തുണ്ടോ? എന്താ? നിങ്ങളെല്ലാവരും അന്നത്തെ സദസ്സ് കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോയെങ്കിലും ഞാൻ പിരിഞ്ഞു പോയില്ല. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ നടന്നു. നബിതങ്ങളുടെ പിന്നാലെ നടന്ന് നബിതങ്ങൾ വീട്ടിൻ്റെ അടുത്തെത്തി. എന്നെ മുൻകടന്ന് നബിതങ്ങൾ വീട്ടിൻ്റെ അകത്ത് കയറും എന്ന് തോന്നിയപ്പോൾ ഞാൻ ബാക്കിലുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി മെല്ലെ പതുക്കെ താഴെ ചെരുപ്പ് കൊണ്ട് ഇങ്ങനെ ശബ്ദമുണ്ടാക്കി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കി. എന്നിട്ട് ചോദിച്ചു, മൻ ഹാദാ? ആരാത്? അബൂ ഇസ്ഹാഖ് ആണോ? ഖുൽതു നഅം യാ റസൂലല്ലാഹ്, അതെ ഞാനാണ്. ഫമ, എന്താണ് നിന്റെ ആവശ്യമെന്ന് സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങൊരു ദുആയെക്കുറിച്ച് പറഞ്ഞു, ആ ദുആയുടെ ശ്രേഷ്ഠതയും പറഞ്ഞു. പക്ഷെ പിന്നീട് ആറാബി വന്നിട്ട് അത് മുഴുമിക്കാൻ അങ്ങേക്ക് സാധിച്ചില്ല, ഫുള്ളാക്കാൻ സാധിച്ചില്ല, അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, അങ്ങനെ ഒരു ദുആയുണ്ട്. ഏതാ ദുആ? ആർക്കും കാണാപ്പാടാൻ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല, നമുക്കൊക്കെ അറിയുന്ന ദുആയാണ്. ദഅവതു ദിന്നൂൻ, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇദ് ഹുവ ഫീ ബത്നിൽ ഹൂത്, മീനിൻ്റെ വയറ്റിൻ്റെ അകത്ത് വെച്ച് പറഞ്ഞ പ്രാർത്ഥനയാണത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനദ് ളാലിമീൻ ഫഇന്നഹു ലം യദഅ ബിഹാ മുസ്ലിമുൻ റബ്ബഹു. ഇത് പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിമും അവൻ്റെ റബ്ബിനോട് ഒന്നും ദുആ ചെയ്യുകയില്ല ഇല്ലസ്തജാബ ലഹു, അള്ളാഹു അവന് മറുപടി കൊടുത്തിട്ടല്ലാതെ. ഇത് കേട്ടപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സന്തോഷമായി, ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷമായി, കൂട്ടത്തിലുള്ള സഹാബാക്കൾക്കൊക്കെ സന്തോഷമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് പരിശുദ്ധ ഖുർആനിൽ തന്നെ ഈ സംഭവം പറഞ്ഞിട്ട്, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം പറഞ്ഞിട്ട്, കദാലിക നുൻജിൽ മുഅ്മിനീൻ, യൂനുസ് നബിയെ നാം രക്ഷിച്ചു, ഇപ്രകാരം ഞാൻ മുഅ്മിനീങ്ങളെയും രക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ദുആ വളരെ പ്രാധാന്യമുള്ള ദുആ. ഇങ്ങനെ പല ദുആക്കളും ഹദീസിൽ വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നതിനെക്കുറിച്ച് അത് 10 പ്രാവശ്യം പറഞ്ഞിട്ട് എന്ത് കാര്യം ചോദിച്ചാലും അള്ളാഹു സ്വീകരിക്കുമെന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നിട്ടുള്ള ദുആക്കൾ, ദിക്റുകൾ തേടി പിടിച്ച് അത് പഠിച്ചിട്ട് ദുആന്റെ ഇടയിൽ അതും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ള ദുആക്കളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയാണെങ്കിൽ സക്കരിയ നബിക്ക് ഉത്തരം കൊടുത്തതുപോലെ അള്ളാഹു നമുക്ക് ഉത്തരം നൽകും. കഥയുടെ ക്ലൈമാക്സ് എന്തായി? സക്കരിയ നബി ദുആ ചെയ്തതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അവസാനം എന്തായി? അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബി ചോദിച്ചത് കൊടുത്തപ്പോൾ ചോദിച്ചതല്ല കൊടുത്തത്. അള്ളാഹിൻ്റെ രീതി അങ്ങനെ. അള്ളാഹു കരീമാണ്. കരീമിൻ്റെ പ്രത്യേകത എന്താ? മാന്യനായ ഒരാൾ ചോദിച്ചു വന്നാൽ മാന്യനാണെങ്കിൽ ആ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല കൊടുക്കുക, പറിച്ച് അയാളുടെ മാന്യതയുടെ ലെവലിൽ നിന്നുകൊണ്ട്, റേഞ്ചിൽ നിന്നുകൊണ്ടായിരിക്കും തിരിച്ചു കൊടുക്കുക. മനസ്സിലായോ? അള്ളാഹു അവൻ്റെ മാന്യത യുഅതി അലാ ഖദരി കറമിഹി, അവൻ്റെ മാന്യതയുടെ അളവിലാണ് അള്ളാഹു ചോദിക്കുക. അതായത് ഒരിക്കൽ ലൈസ് ഇബ്നു സഅദ് റഹിമഹുല്ലാ, വലിയ പണ്ഡിതൻ, ഇമാം മാലിക്കിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പണ്ഡിതനാണ്. അദ്ദേഹം പണ്ഡിതനായതോടുകൂടി തന്നെ വലിയ കച്ചവടക്കാരൻ കൂടിയായിരുന്നു. ഒരിക്കൽ കച്ചവട സാധനങ്ങളായിട്ട് ഒരു വലിയ കപ്പലിൽ കുറേ വീപ്പ തേന് അദ്ദേഹത്തിൻ്റെതായിട്ട് കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ വലിയ വീപ്പുകൾ ഇങ്ങനെ ഇറക്കി വെക്കുന്നതിനിടയിൽ ആ പരിസരത്തേക്ക് ഒരു വൃദ്ധയായ സ്ത്രീ വന്നിട്ട് ഒരു ചെറിയ പാത്രത്തിൽ എനിക്ക് അല്പം തേന് തരുമോ എന്ന് ചോദിച്ചു. മഹാനവറുകൾ തൻ്റെ കൂട്ടത്തിലുള്ളവരോട് കൊടുക്കണ്ട, പറഞ്ഞു വിട്ടേരെ എന്ന് പറഞ്ഞു. സ്ത്രീയെ അവർ തരൂല എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു. സ്ത്രീ പോയപ്പം ഒരാളോട് പറഞ്ഞു അവരുടെ വീട് നോക്കി വെക്കുക എന്ന് പറഞ്ഞു. അയാൾ പോയിട്ട് അവരുടെ വീട് നോക്കി വെച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് വീപ്പകളൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം ഒരു വീപ്പ തേന് മുഴുവനും എടുത്തിട്ട് ആ സ്ത്രീയുടെ വീട്ടിൽ കൊണ്ടുപോയി ഇറക്കാൻ വേണ്ടി ലൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആളുകൾ വീപ്പ മുഴുവൻ എടുത്തു കൊണ്ടുവച്ചു. കൂട്ടത്തിലുണ്ടായിരുന്ന ശിഷ്യന്മാർ അത്ഭുതത്തോടുകൂടി ചോദിച്ചു, മഹാനവറുകളെ, ഒരു പാത്രം ചോദിച്ചിട്ട് അങ്ങ് അവർക്ക് കൊടുത്തില്ല, ഇപ്പം ഒരു വലിയ ഡ്രമ്മ് തേന് മുഴുവനും എടുത്തിട്ട് അവരുടെ അടുക്കലേക്ക് കൊടുക്കാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നഹ തത്ലുബു അലാ ഖദ്രിഹാ വ അന ഉഅതീഹാ അലാ ഖദ്രി. അവരെന്നോട് ചോദിച്ചത് അവരുടെ റേഞ്ചിൽ നിന്നുകൊണ്ടാണ്, പക്ഷെ ഞാൻ കൊടുക്കുന്നത് എൻ്റെ റേഞ്ചിൽ നിന്നുകൊണ്ടാണ്. അവർ ചോദിച്ചത് അവരുടെ മർത്തബയിൽ ദറജയിൽ നിന്നുകൊണ്ടാണ്, പക്ഷെ ഞാൻ കൊടുക്കുന്നത് എൻ്റെ ദറജ, എൻ്റെ റേഞ്ച് നോക്കിക്കൊണ്ടാണ്. എൻ്റെ റേഞ്ചിൽ ഒരു മിനിമം ഒരു ബീപ്പെങ്കിലും ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തു. അപ്പോൾ അള്ളാഹുവാണ് ഈ മാന്യന്മാരിലേക്ക് ഏറ്റവും വലിയ മാന്യൻ. അള്ളാഹുവാണ്. അവൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമം തന്നെ ഷക്കൂർ എന്നാണ്. എന്താ ഷക്കൂറിൻ്റെ അർത്ഥം?
ഷക്കൂറിന്റെ അർത്ഥം അല്ലദി യഖ്ബലുൽ യസീറ മിൻ അഅമാലിൽ ഇബാദ് വയുജാസിഹിം അലൈഹിൽ കസീറ മിനൽ അജ്രി വസ്സവാബ്. കുറച്ച് അമലുകൾ സ്വീകരിച്ചിട്ട് ഒരുപാട് പ്രതിഫലം കൊടുക്കുന്നവൻ എന്നാണ് ഷക്കൂറിന്റെ അർത്ഥം. അപ്പം അള്ളാഹു അതുകൊണ്ട് തന്നെ ഈ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മകനെ കൊടുത്തപ്പം സക്കരിയ നബി എത്ര തടസ്സങ്ങളാണ് പറഞ്ഞത്? അദ്ദേഹത്തിന് 4 തടസ്സങ്ങളാണ് പറഞ്ഞത് കുട്ടി ഉണ്ടാകാതിരിക്കാനുള്ള. അതുകൊണ്ട് തന്നെ അള്ളാഹു മകനെ കൊടുത്തപ്പം 4 പ്രത്യേക ഗുണങ്ങളുള്ള മകനെ കൊടുത്തത്. സാധാരണ മകനല്ലേ കൊടുത്തത്. ഫനാദത്തുൽ മലായികതു വഹുവ ഖായിമു യുസല്ലി ഫിൽ മിഹ്റാബ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യാ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ്. 1 വസയ്യിദ 2 വിശേഷം, വഹസൂറ 3ാമത്തെ വിശേഷം, വനബിയ്യ 4ാമത്തെ വിശേഷം. 4 പ്രത്യേക ഗുണങ്ങളുള്ള മകനെ അള്ളാഹു കൊടുത്തു. അതും റബ്ബി റളി വജഅൽഹു റബ്ബി റളിയ, അള്ളാഹുവെ എൻ്റെ മകനെ നീ തൃപ്തിപ്പെട്ടവനാക്കണേ എന്നാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത്. പക്ഷെ അള്ളാഹു കൊടുക്കുമ്പോഴോ ആരുടെ റേഞ്ചിൽ നിന്നിട്ടാണ് കൊടുക്കുക? അള്ളാഹുവിൻ്റെ റേഞ്ചിൽ നിന്നിട്ടാണ് കൊടുക്കുക. പക്ഷെ അള്ളാഹു കൊടുത്തപ്പം റളിയ ആക്കണേ എന്ന് ദുആ ചെയ്തിട്ട് അള്ളാഹു കൊടുത്തപ്പോൾ നബിയാക്കിയിട്ടാണ് കൊടുത്തത്. അതാണ് അള്ളാഹു ഷക്കൂർ. എന്താ ചോദിച്ചത്? റളിയ ആക്കണേന്നാണ് ചോദിച്ചത്. പക്ഷെ അള്ളാഹു കൊടുക്കുമ്പം അവൻ്റെ റേഞ്ചിൽ നിന്നുകൊണ്ടാണ് അവൻ കൊടുക്കുക. കൊടുത്തപ്പോൾ എങ്ങനെയാണ് കൊടുത്തത്? നബിയാക്കിയിട്ടാണ് കൊടുത്തത്. 4ാമത്തെ വിശേഷണം നബിയായിരുന്നു എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളും ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഈ പറഞ്ഞ ശുറൂത്തുകളും ആദാബുകളും ഒക്കെ മനസ്സിൽ വെച്ച് ഈ പറഞ്ഞതുപോലെ ഇന്നും നാളെയുമൊക്കെ ആയിട്ട് വരാനിരിക്കുന്ന നല്ല സമയങ്ങളും കൂടി കറക്റ്റ് ആക്കിയിട്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു നമ്മൾ ചോദിച്ച കാര്യം അവൻ്റെ റേഞ്ചിൽ നിന്നുകൊണ്ട് നമുക്ക് തരും. പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ ഇങ്ങനെയുള്ള നല്ല സമയങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താ അത്? ഇപ്പം റമദാനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറഞ്ഞത്. റമദാനിന് ശേഷവും നമ്മുടെ ഡെയിലി ലൈഫിൽ ദുആക്ക് വളരെ സ്വീകാര്യത കിട്ടുന്ന ഒരു 6 സമയങ്ങളുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ആ സമയത്ത് നമ്മൾ ദുആ ചെയ്താൽ നമുക്ക് ദുആക്ക് ഉത്തരം കിട്ടാൻ വളരെ സാധ്യതയുള്ള ഒരു 6 സമയങ്ങളുണ്ട്. ആ 6 സമയങ്ങളെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്തൊരു ക്ലാസ്സിൽ പറയും. റമദാനുമായി ബന്ധപ്പെട്ടതല്ല, റമദാനിന് ശേഷമുള്ള ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സമയം. അത് ഇൻഷാ അല്ലാഹ് ഞാൻ അഥവാ മറന്നുപോയാൽ നിങ്ങൾ എന്നോട് ചോദിച്ച് തന്നെ പറയണം. കാരണം എന്താ? ഇനി അങ്ങോട്ട് നമ്മുടെ ഏറ്റവും വലിയ ആയുധം ഏതാ? ദുആയാണ്. ദുആ സിലാഹുൽ മുഅ്മിൻ. ബാക്കി ഒന്നിലും നമുക്ക് പ്രതീക്ഷയില്ല, ദുആയിലാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്. ആ ദുആ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ സ്വീകരിക്കപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു 6 സമയങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പറയാം. അള്ളാഹു നല്ലത് കേൾക്കാനും പറയാനും അത് ജീവിതത്തിൽ പകർത്താനും ഒക്കെയുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം വബാറക അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക